ഹായ് ഫ്രണ്ട്സ്, ഇതാണ് നന്ദൻ. നന്ദൻ എന്ന് കേട്ടിട്ടുണ്ടോ? മീനുകളിൽ ചെറുമീനിൽ പെട്ടതാണ് നമ്മുടെ കൊഴുവ, അതിന് ശേഷമുള്ളതാണ്. പക്ഷേ ഇതിന് നിറച്ചും നല്ല മുള്ളുള്ള മീനാണ് നന്ദൻ എന്ന് പറയുന്നത്. നന്ദനെന്നും കരിനന്ദനും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണമെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കറിയത്തില്ല. ഞങ്ങളുടെ നാട്ടിലും ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്ത് നോക്കാം. ഇതിൻ്റെ മുകൾ ഭാഗത്തെ മുള്ള് കത്രിക്ക് ചെത്തി മാറ്റുക, താഴത്തെ ഭാഗത്തെ മുള്ളും വാലിൻ്റെ അടുത്തുള്ള മുള്ളും ചെത്തി മാറ്റുക. പിന്നെ തല പെടലിയുടെ നിന്ന് താഴത്തേക്ക് കത്തിരി കൊണ്ട് മുറിക്കുക. അപ്പോൾ കുടൽ ഉൾപ്പെടെ ഇങ്ങോട്ട് പോകുന്നോളും. പിന്നെ വാലയെ പിടിച്ചുകൊണ്ട് അതിൻ്റെ ചെതുമ്പലൊന്ന് പതുക്കെ ഒന്ന് തെറ്റിച്ച് കളയുക. കമത്തി വെച്ചുകൊണ്ട് ആ ചെതുമ്പലൊന്ന് ചിരണ്ടി കളയുക. അപ്പോൾ ചെതുമ്പൽ പോയി ആ മീശയും കളഞ്ഞു, വാലും കളഞ്ഞു. ഇങ്ങനെ നമുക്ക് നന്ദനെ വെട്ടി കഴുകി വൃത്തിയാക്കി എടുക്കാൻ പറ്റും. ഇത് നന്നായിട്ട് ചട്ടിയിലിട്ട് ഇങ്ങനെ ഉപ്പ് പൊടിയിട്ട്, നമ്മൾ ഉപ്പ് പൊടിയല്ലോ, ഉപ്പ് കല്ല് കെട്ടിട്ട് നന്നിട്ട് ഒലച്ച് കഴുകിയെടുക്കുക. ചട്ടിയിട്ട് നന്നായിട്ട് തേച്ച് നല്ല വെളുക്കണം. നന്ദൻ നന്നായിട്ട് വെളുക്കും. മീൻസ് ആ ഉളുമ്പൊക്കെ പോയി നല്ല തെളിയും. അപ്പോൾ വെള്ളം ഒഴിച്ച് കളയുക. വീണ്ടും ഉപ്പിട്ടിട്ട് നന്നായിട്ട് വീണ്ടും ഇങ്ങനെ കൈകൊണ്ട് തന്നെ തേച്ചെടുക്കുക. അപ്പോൾ നന്ദൻ നന്നായിട്ട് വെളുക്കുക. അങ്ങനെ 2-3 തവണ അങ്ങനെ ഒലച്ച് കഴുകുമ്പോൾ വൃത്തിയുള്ള നന്ദൻ കിട്ടും. ഇത് ശരിക്കും വറുത്ത് എന്താ ഒരു ക്രിസ്പിനെസ് എന്നറിയാമോ? വറക്കാനായിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, എനിക്കിപ്പോൾ അരയ്ക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തന്നെ ഞാൻ റെഡിമെയ്ഡ് ചേർത്തു. പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തു, ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്താൽ ക്ലീൻ കഴിഞ്ഞു. ഉപ്പ്, പിങ്ക് സാൾട്ടാണ് ചേർക്കുന്നത്, അതും ചേർത്തു. നന്നായിട്ട് കൈ കൊണ്ട് തന്നെ അങ്ങോട്ട് കുഴച്ച് മിക്സ് ചെയ്യുക. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ അല്പം നാരങ്ങ നീര് കൂടി ചേർക്കാം, അല്ലെങ്കിൽ വിനാഗിരി ചേർക്കാം. കണ്ണൂർ മുതൽ ഭാഗത്തേക്ക് കുറച്ച് വാളംപുളി പിഴിഞ്ഞ് ചേർക്കും. നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനുള്ള നേരമില്ല, സമയമില്ല. ഇത് പുരട്ടി കുറച്ച് നേരം വെച്ച് വെക്കുക. അപ്പം മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. നല്ല വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണ നന്നായി തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ നന്ദൻ അവനെ പതുക്കം പതുക്കെ അങ്ങ് നിരത്തിയിട്ടാൻ കൊടുക്കുക. ഇത് കൂടുതൽ എണ്ണയിൽ വറുത്ത് വരിക. അടിപൊളി ക്രിസ്പനെസ് ആയിരിക്കും. നല്ല ക്രിസ്പായിട്ട്, നല്ല കൊഴുവയില്ലേ, നത്തുലി എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ തന്നെ. അതിന് മുള്ളിന് കട്ടി കുറവാണ്, ഇതിന് മുള്ളിന് കട്ടിയുണ്ട്. അതുകൊണ്ട് വന്നിട്ട് മൊരിച്ചെടുത്താൽ മാത്രമേ ടേസ്റ്റ് ആവത്തുള്ളൂ. നല്ല ക്രിസ്പായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് മൂത്ത ശേഷം മാത്രമേ മറിച്ചിടാൻ പോകാവുള്ളൂ. കാര്യം ചെറിയ മീനാണ്, പൊടിഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ നന്നായിട്ട് മൂത്ത ശേഷം പതുക്കെ നമുക്ക് മറിച്ചിട്ട് തിരിച്ചിട്ടും എടുക്കാം. അപ്പോൾ അത് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മൊത്തത്തിലൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അത് ഇനി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടട്ടെ. എപ്പോഴും ഇളക്കി കൊടുക്കണ്ട. ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ക്രിസ്പായിട്ട് വരണം. ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ നന്ദൻ വറുത്ത് വരിട്ടുണ്ട്. അപ്പം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നാളെ വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.